ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിന്റെ സംസ്ഥാന മൃഗമാണ് ഡൂഗോങ് എന്നറിയപ്പെടുന്ന കടൽ പശു. ഇതൊരു മത്സ്യമല്ല, കടൽ സസ്തനികളാണ്. 37 രാജ്യങ്ങളിലെ ജലാശയങ്ങളിൽ ഇവ കാണപ്പെടുന്നു. കടലിലെ ഏറ്റവും വലിയ സസ്യഫുക്കുകളായ കടൽ സസ്തനികളാണ് കടൽ പശുക്കൾ. കിഴക്കൻ ആഫ്രിക്ക മുതൽ ഓസ്ട്രേലിയ വരെയുള്ള ചൂടുള്ള തീരദേശ ജലാശയങ്ങളും ചെങ്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, പസഫിക് സമുദ്രം എന്നിവിടങ്ങളിലും ഇവയെ കണ്ടുവരുന്നു. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചെങ്കടലിലാണ്. ശ്രദ്ധയോടെ വളരെ സാവധാനം സഞ്ചരിക്കുന്ന ഈ ജീവികൾ കടലാനകൾ എന്നും അറിയപ്പെടുന്നു. മങ്ങിയ ചാര തവിട്ട് നിറത്തിലുള്ള ചർമ്മമാണ് ഇവയുടേത്. കരയിലെ പശുവിന്റെ അത്രയും വലിപ്പമുണ്ട് ഇവയ്ക്ക്. പശുവിനെ പോലെ ശുദ്ധ വെജിറ്റേറിയനുമാണ്. പ്രധാന ഭക്ഷണം കടലിലെ പുല്ലും മറ്റ് സസ്യങ്ങളുമാണ്. മിനുമിനുത്ത ശരീരവും കൈകൾ പോലെ ചെറിയ 2 തുഴകളും കാണാം. ഇവയുടെ വായ്ക്ക് പ്രത്യേക ആകൃതിയാണ്. വീതിയുള്ള പരന്ന ആകൃതിയിൽ കാണപ്പെടുന്നു. മേൽചുണ്ടുകൾ മുൻപോട്ട് വളർന്നു നിൽക്കുന്നു. ദൂരെ നിന്ന് കണ്ടാൽ ശരിക്കും മത്സ്യ കന്യക പോലെ തോന്നും. സസ്യ ആഹാരികളാണിവ. രാവും പകലും വെള്ളത്തിനടിയിൽ പുല്ലുകൾ കഴിക്കുന്നു. കൂടുതൽ സമയം ഒറ്റയ്ക്കോ ജോഡികളായോ ഇവയെ കണ്ടുവരുന്നു. ഇണ ചേരുന്നതും വളരെ കുറച്ച് മാത്രം. പെൺ കടൽ പശുക്കൾ 3 മുതൽ 7 വർഷത്തിലൊരിക്കൽ മാത്രമേ പ്രസവിക്കാറുള്ളൂ. 1 വർഷത്തെ ഗർഭധാരണത്തിന് ശേഷം പെൺ കടൽ പശുക്കൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. 18 മാസം വരെ കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നു. ഏകദേശം 18 മാസം വരെ കുഞ്ഞു കടൽ പശുക്കൾ അമ്മയോടൊപ്പം ചേർന്ന് നടക്കും. കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാകാൻ 9 മുതൽ 15 വർഷം വേണ്ടിവരും. അമ്മയാണ് കുഞ്ഞുങ്ങളെ ഉപരിതലത്തിലേക്ക് ഉയരാനും ആദ്യത്തെ ശ്വാസമെടുക്കാനും സഹായിക്കുന്നത്. ഈ സസ്തനികൾക്ക് വെള്ളത്തിനടിയിൽ ദീർഘനേരം ശ്വാസം പിടിച്ചു നിർത്താൻ കഴിയാത്തതിനാൽ 6 മിനിറ്റിൽ വെള്ളത്തിനടിയിൽ കഴിയാനും പിന്നീട് ഉപരിതലത്തിലേക്ക് വരാനും കഴിയും. ഇവ വളരെ കാലം ജീവിക്കുമെങ്കിലും പൂർണ്ണ വളർച്ചയെത്താൻ ധാരാളം സമയമെടുക്കും. ആയുസിന്റെ കാര്യത്തിൽ ഇവ ഏതാണ്ട് മനുഷ്യനൊപ്പം വരും. 70 വർഷമാണ് ഇവയുടെ ആയുസ്. 70 വയസ്സ് കഴിഞ്ഞ കടൽ പശുവിനെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇവയുടെ നീന്തൽ വേഗത മണിക്കൂറിൽ 20 കിലോമീറ്റർ വരെയാണ്. എങ്കിലും അധികം ദൂരത്തേക്കൊന്നും അവ ദേശാടനം നടത്താറില്ല. ഭക്ഷണം ധാരാളം കിട്ടുന്ന സ്ഥലത്തേക്കും ആഴങ്ങളിലെ വിശ്രമ സ്ഥലത്തേക്കും മാത്രമാണ് നീന്തൽ. വേട്ടയാടൽ, ബോട്ടുകളും കപ്പലുകളും ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ തുടങ്ങിയവയാണ് ഇവ വംശനാശ ഭീഷണി നേരിടാനുള്ള കാരണം. മാംസത്തിനും എണ്ണയ്ക്കും വേണ്ടി വേട്ടയാടപ്പെടുന്നതിനാൽ ഇവ വംശനാശത്തിന്റെ വക്കിലാണ്.